ജപമാല പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്കുള്ള കുറുക്കുവഴിയാണ്. ജപമാലയുടെ ഭംഗിയിലോ ചൊല്ലിത്തീർക്കുന്ന എണ്ണത്തിലോ അല്ല, മറിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നിയോഗം സമർപ്പിച്ച് മനസ്സറിഞ്ഞു ചൊല്ലുന്ന ഒരു ജപമാലയ്ക്ക് 1000 ജപമാലയേക്കാൾ ശക്തിയുണ്ട്. 53 മണി ജപം എന്നറിയപ്പെടുന്ന പൂർണ്ണ ജപമാലയിൽ 59 മുത്തുകളാണ് ഉള്ളത്. 53 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും 6 സ്വർഗസ്ഥനായ പിതാവും 6 ത്രിത്വസ്തുതിയും ഒരു വിശ്വാസ പ്രമാണവും കൂടിച്ചേരുന്നതാണ് ഒരു ജപമാല. കുരിശടയാളം വരച്ച് ജപമാലയിലെ ക്രൂശിത രൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ജപമാല ആരംഭിക്കാം. ശേഷം ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ജപമാലയിലെ ആദ്യം മുത്തിൽ പിടിച്ച് ചൊല്ലുന്നു. പിന്നീട് വരുന്ന 3 മുത്തുകളിൽ വിശ്വാസം, ശരണം, സ്നേഹം എന്നീ 3 ദൈവിക പുണ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി ശേഷം ത്രിത്വസ്തുതി. തുടർന്ന് 5 രഹസ്യങ്ങളാണ് വരുന്നത്. ഓരോ രഹസ്യം ചൊല്ലി തുടങ്ങുമ്പോഴും വ്യക്തിപരമായ നിയോഗം മനസ്സിൽ സമർപ്പിച്ച് ഒരു സ്വർഗസ്ഥനായ പിതാവും 10 നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി ത്രിത്വസ്തുതിയിൽ അവസാനിപ്പിക്കുന്നു. അങ്ങനെ 5 രഹസ്യങ്ങൾ പൂർത്തിയാകുമ്പോൾ ക്രൂശിത രൂപം ചുംബിച്ചുകൊണ്ട് ഒരു ജപമാല പൂർത്തിയാക്കാം. ഈ രീതിയിൽ ലളിതമായും ഭക്തിയോടും കൂടെ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം. ഈ ജപമാല മാസം എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നിറഞ്ഞതാകട്ടെ.